നമ്മളിനി രണ്ടാമത്തെ ദിവസം സെക്കൻഡ് ഡേ നമ്മൾ പോയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡേ വ്ളോഗിലാണ്. എൻ്റെ സൗണ്ട് അടങ്ങിയിട്ടുണ്ടാവുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ വയനാട്ടിൽ നിന്ന് ഉള്ള നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പോണത്. നമ്മൾ പോണത് കർണാടക റൂട്ടിലാണ്. മൈസൂർ കർണാടക റൂട്ട്, സുൽത്താൻ ബത്തേരി ഒക്കെ വഴിയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മൈസൂറിലോട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ്. മൈസൂർ സൂ കാണണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 വേൾഡിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സൂ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് പോണ വഴിക്ക് അത്യാവശ്യം ടോളും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ കർണാടക എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ അടിപൊളി നല്ല ഫ്രഷ് സ്ട്രോബെറി നേരെ പറിച്ചിട്ട് കൊണ്ടുവന്നുണ്ട്, പാക്ക് ചെയ്ത് വെക്കുകയാണ്. കണ്ടോ, അത്രയും ഫ്രഷാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നിട്ട് നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയി. ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് എന്താണ് അത്രയും മോശമായ ഫുഡായിരുന്നു. എന്നാൽ 10,000-2,000 രൂപ ബില്ലും വന്നു. പിന്നെ ഇത് കണ്ടില്ലേ, കർണാടകയിലൊക്കെ ഓരോ ഷോപ്പുകൾ നോക്കും നിങ്ങൾ. ചെറിയ ഷോപ്പുകളാണ് ഇവിടെ ഫുള്ള്. ഇതേ അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏതാ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക എത്തിയിട്ടുണ്ട്. സംഭവം ലാംഗ്വേജ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ശബ്ദം അടഞ്ഞാൽ എനിക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറയാം. നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, അങ്ങനെ നമ്മൾ സൂവിൽ കയറിയിട്ടോ. ഇതേതാണ് സൂ. അങ്ങനെ നമ്മൾ സൂവിൽ കയറിയിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഒരു ലോകമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നടക്കാനുള്ളതിന് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു അറ്റം കിട്ടാത്തൊരു ലോകം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ അല്ല 3-4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് പോയി നോക്കി വെക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ ഫുൾ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഒരുപാട് ബംഗ്ലാദേശി എന്തൊക്കെ എന്താ പറയുക ബേർഡ്സിനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ ഒരുപാട് ബേർഡ്സ് എല്ലാം ഉണ്ട്. ഞാൻ പീക്കോക്കിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ. എനിക്ക് പണ്ട് മുതൽ പീക്കോക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്കോക്കിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതായത് നമ്മുടെ നാട്ടിലെ നോർമലി നമ്മൾ കാണുന്ന പീക്കോക്കാണ്. ഇവിടെ ഒരു വൈറ്റ് പീക്കോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കാണാനായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് വന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യത്തിൽ വൈറ്റ് പീക്കോക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. ഇതെന്തോ ഒരു പക്ഷിയാണ്. ഇത് നമ്മുടെ വേഴാമ്പലാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയല്ലേ വേഴാമ്പൽ, അതാന്ന് തോന്നുന്നു. നോക്കി നോക്കാം നമുക്കിത് എന്താണെന്ന്. ഇതിൽ കൊടുക്കണത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താണ് ഒരുപാട് നമുക്ക് എത്തിപ്പോവില്ല, അത്രയും കിളികളുണ്ടാവും. അതുകൊണ്ട് ഞാൻ കിളികളുടെ സെക്ഷനിൽ അല്ലാണ്ട് പോയില്ല. എനിക്ക് കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള ആനിമൽസിനൊക്കെ കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഒരുപാട് കിളികളുണ്ട് കേട്ടോ. അവിടേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, കുറേ നമ്മൾ കണ്ട് പരിചയമുള്ള ഒരുപാട് മൃഗങ്ങളുണ്ട്. ഞാൻ വൈറ്റ് പീക്കോക്കിനെ ലക്ഷ്യമിട്ടു. ഗെയ്സ് ഒടുവിൽ എൻ്റെ സംഭവം എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വൈറ്റ് പീക്കോക്ക്, വെള്ളമയിൽ. എന്ത് ഭംഗിയല്ല. ഇതിൻ്റെ പീലൊന്നും പറിച്ച് കിട്ടിയെങ്കിലും സത്യത്തിൽ എനിക്ക് മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഇല്ലാതില്ല. പക്ഷെ തൊടാൻ നിവർത്തിയില്ലല്ലോ. ലാസ്റ്റ് മൈസൂരിൽ എന്നെ സ്റ്റേഷനിൽ പിടിച്ചിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല. ഇതേ വൈറ്റ് പീക്കോക്കാണ്. എനിക്ക് കറക്റ്റ് മൂപ്പരെ കിട്ടണില്ല സത്യത്തിൽ. ഞാൻ ഇതിൻ്റെ ബോർഡ് കാണിക്കാം. അതെ കണ്ടോ, വാവ്, ഇതെങ്ങനെ പീലി വിടർത്തിക്കണതാണ്. എന്ത് രസമല്ലേ. അത് നമുക്ക് എല്ലാ സമയങ്ങളിലും അങ്ങനെ കാണാൻ പറ്റില്ല എന്നാണ് പറയണത്. അതിന് ഒരു ടൈം ഉണ്ടാവുമല്ലോ, അതിൻ്റെ പീലിയൊക്കെ വിടർത്തി നിൽക്കാനുള്ള ഒരു ടൈം. ഇതേ കണ്ടോളൂ കേട്ടോ. അതൊക്കെ നമുക്ക് റയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇപ്പം എനിക്ക് വീഡിയോയിൽ കാണുന്ന പോലെ എന്നല്ല, ഡയറക്റ്റ് കാണാൻ നല്ല രസമാണ്.
അതിൻ്റെ പീലിയും ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇത് ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ഞാൻ തന്നെ സത്യത്തിൽ ഇത് കേട്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി, വൈറ്റ് ഉണ്ടെന്ന് കേട്ടപ്പോൾ കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് കിടക്കാം. നെക്സ്റ്റ് ഇതെന്തോ ഒരു ടൈപ്സ് ഓഫ് കൊക്കാണെന്ന് തോന്നുന്നു, വലിയ എന്തോ കൊക്കാണ്. കുറേ സെക്ഷനൊക്കെ ഞാൻ വിട്ടു. അങ്ങനെ പിന്നെ ഇപ്പം എന്താ പറയുക, ഒരു 10 മണിക്കൂർ ചെയ്യാനുള്ള വീഡിയോ ഇവിടെ ഉണ്ട്. അത്രയും ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാതൊന്നും ഞാൻ ക്യാച്ച് ചെയ്യുന്നില്ല, ചിലത് മാത്രമായിട്ട് ഞാൻ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതെ, ഒരുതരം പ്രത്യേക കഴുത്തിലൊക്കെ ഒരുതരം മുഴ വന്ന പോലത്തെ ഒരുതരം കൊക്ക്, അതും താങ്ങി നടക്കുകയാണത്. പിന്നെ ഇതൊരുതരം ശബ്ദം ഉണ്ടാക്കുന്ന നല്ല ഫാൽക്കണോ അങ്ങനെ എന്തോ പക്ഷിയാണ്. ഭയങ്കര റേറ്റ് കൂടിയ ഫാൽക്കണാണ്. ഒരു കിളിക്ക് ഇതിന് റേറ്റ് വരുന്നത് 3 to 5 lakhs, അതുപോലെ 10 lakhs, 20 lakhs ഒക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ഒരു കിളിക്ക്. നമ്മൾ നടക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് പ്രശ്നം. ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ ടൈഗർ. വാവ്, വൈറ്റ് ടൈഗർ ഉണ്ടല്ലേ നിങ്ങൾ, വൈറ്റ് ആൻഡ് പിന്നെ നമ്മൾ സാധാ കാണുന്ന എന്താ പറയുക ടൈഗറും ഉണ്ട്. വരയൻപുലിയാണിത്. വരയൻപുലി വൈറ്റ് എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാം. വൈറ്റ് പക്ഷെ നമുക്കത് അടുത്തേക്ക് വൈറ്റിനെ എനിക്ക് കിട്ടിയിട്ടില്ല. നല്ല ഭംഗിയുണ്ട് വൈറ്റിനെ കാണാൻ തന്നെ, നല്ല രസം. മറ്റേ നമ്മൾ നോർമലി നമ്മൾ കാണാറുള്ളതാണ്. വൈറ്റ് റയറായിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് അടുത്തേക്ക് കിട്ടണില്ല. ഞാൻ സൂം ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് വൈറ്റ് പുലി നടക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ മറ്റേ ടൈഗർ നടക്കുന്നത് കേട്ടോ. കണ്ടോ, വൈറ്റ് പുലി അങ്ങോട്ട് നടക്കുമ്പോൾ ഇത് അങ്ങോട്ട് നടക്കും, വൈറ്റ് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് നടക്കും. അപ്പം നമ്മൾ ടൈഗറിൽ നിന്ന് മാറി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതാ നമ്മുടെ ടൈഗർ തന്നെയാണിത്. കുറേ നേരം ഞങ്ങൾ ടൈഗറിനെ നോക്കിയിരുന്നു. കണ്ട, ഇത് നമ്മുടെ ലയൺ. വാവ്, അതെ ലയണിനെ കണ്ടില്ലേ? ലയണൊക്കെ നല്ല ലോങ്ങിലാണ്. ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ തടിച്ച് നിൽക്കുന്നത് കാരണം, ഇതാണ് സിംഹമാണ് തടിച്ച് നിൽക്കുന്ന കാരണം മൂപ്പര് ആളെ കിടപ്പ് സ്ഥലത്തേക്കാണ് നീങ്ങി നിൽക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, സിംഹവാലൻ കുരങ്ങ്. ഇതൊക്കെ നമ്മളെ നാട്ടിലെ എന്താ പറയുക, നാട്ടിലൊക്കെ കാണാൻ സാധിക്കുന്നതാണിത്. കണ്ട, സിംഹവാലൻ കുരങ്ങുന്നതിന് പേര് വരാൻ കാരണം സിംഹത്തിൻ്റെ പോലെ ആ ഒരു താടി അതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്. നമ്മുടെ ഫിലിമിലൊക്കെ കാണുന്ന കിങ് കോങ് ഇല്ലേ, അതാണ് സംഭവം. ഗോറില്ലയാണ് നമ്മൾ കാണുന്നത്. ഗോറില്ല കുറേ ആൾക്കാർക്ക് ഇവിടെ എന്താ പറയുക, പല ടൈപ്സ് ഓഫ് ഗോറില്ലാസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ലൈഫിൽ കാണേണ്ട അനുഭവമാണ്. ഇതിനൊക്കെ നമ്മൾ സത്യത്തിൽ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഡയറക്റ്റ് നിങ്ങൾ ആരെങ്കിലും ഇത് സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്ന വലിയ കിങ് കോങ് ഗോറില്ല എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഇതിനെ കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൈകൊട്ടി വിളിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ മൂപ്പർ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ ഇരിക്കുവാണ്. ഒരുപാട് പേര് ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ട്. അത്രയും മനോഹരമാണ്. എന്തെന്നാ പറയുക, ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കാണേണ്ടതാണ് ഈ ഒരു മൈസൂർ സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വേറെ ടൈപ്സ് ഓഫ് ഒരു ഗോറിലാണ്. എന്തൊക്കെയോ വർഗത്തിലൊക്കെ പെട്ടിട്ടുള്ള ഗോറിലാസാണ്. അതിൻ്റെ നെയിംസൊക്കെ അവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാം. ഞാനിതിങ്ങനെ ഭയങ്കരമായിട്ട് റോർ ചെയ്യും, മീൻസ് അലറും, നന്നായി അലറും. അതിൻ്റെ അലർച്ച നന്നായിട്ട് കേൾക്കാം നമുക്ക്. പക്ഷെ ഇതിൽ വീഡിയോയിലും ഇത് കേൾക്കണില്ല. അപ്പം അത് റോർ ചെയ്യണത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരുപാട് പേര്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനാണ്. ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ, കാണ്ടാമൃഗം. കാണ്ടാമൃഗമാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് ആണെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കാണ്ടാമൃഗമാണ്. കാണ്ടാമൃഗത്തിനെ കണ്ടില്ലേ നിങ്ങളെല്ലാവരും? കാണ്ടാമൃഗം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എല്ലാവരും കൂടി എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കണ കണ്ടപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയോക്കി. ഇനി അവിടെ എന്താ നോക്കാം.
അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ, സീബ്ര എന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ കരടിയാണിത്. കരടിക്കുട്ടൻ ഒരു ഭാഗത്ത് എന്താ പറയാ, ഒരു ഭാഗത്ത് അത് എന്തോ കഴിക്കുകയെന്ന് തോന്നുന്നു കരടി കേട്ടോ. മൂപ്പര് കഴിക്കുകയാണ്, എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. നമ്മൾ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ആളുടെ അടുത്തേക്ക് പോകും. അതേ നമ്മുടെ പാവം മാൻകിടാവ്. അപ്പോൾ നമ്മുടെ മാൻകിടാക്കൾ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാറില്ല. മാനിനെ ഞാൻ പിന്നെ ഡയറക്റ്റ് ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ വയനാടും ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ഒരുപാട് മാനിനെ കണ്ടു. അതെ, മാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കലമാനുണ്ട്, അതുപോലെ തന്നെ സാധാ മാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരു ലോകമാണ് കേട്ടോ അത്. എന്തെന്നാ പറയുക, ഇങ്ങനെ കണ്ടാലൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ സത്യത്തിൽ പോയി വെക്കണം. ഇതിപ്പോൾ ഒരു വേറെ ടൈപ്സ് ഓഫ് ബഫലോസ്, ഏതൊക്കെ നാട്ടിലെ ബഫലോസ്. പിന്നെ ഞാൻ കാണിച്ചാൽ വലിയൊരു സംഭവമായ ആന, അതെ ആഫ്രിക്കൻ ആനകളാണിത്. ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും ഉയരമുള്ളതും ഭയങ്കര നമ്മുടെ നാട്ടിലെ ആനയെ പോലെ നല്ല ഭയങ്കര ഉയരം. അതിനായിട്ടൊരു സ്പീഷീസ് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? ഒരുപാട് സ്പേസ് അതിനായിട്ട് ഈ ആനയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഇത് ആഫ്രിക്കയിലെ ഭയങ്കര ഒരു കൊമ്പനാനയാണ്. എന്താ അതിൻ്റെ കൊമ്പനെ കണ്ടില്ലേ? കയ്യിലൊന്നും കിട്ടിയ ബാക്കി തന്നെ ഉണ്ടാവത്തില്ല, മാതിരി വലുപ്പമുള്ള ആനയാണ് കേട്ടോ. പിന്നെ ഇതേ ഇവിടെ എന്താ, ഇവിടെയും കുറച്ചിത് മാൻ തന്നെയാണെന്ന് തോന്നുന്നു. യെസ്, കലമാനാണ്, കൊമ്പുള്ള മാനുണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ഒട്ടകപ്പക്ഷി അല്ലേ, ലാർജസ്റ്റ് ബേർഡ്. നമ്മുടെ വേൾഡ്സ് ലാർജസ്റ്റ് തന്നെയല്ലേ ഒട്ടകപ്പക്ഷി? അതെ, ലാർജസ്റ്റ് ബേർഡ് ഒട്ടകപ്പക്ഷി ഉണ്ട്. പിന്നെ ഇത് നല്ല സൂപ്പർ ജിറാഫുകളാണ് ഉണ്ടോ നിങ്ങൾ? ജിറാഫുകളൊക്കെ നമ്മളെ ഇല കൊടുത്താൽ തന്നെ അവർ വാങ്ങി കഴിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാരോട് ഇല കൊടുക്കട്ടെ. എനിക്ക് പിന്നെ ആ ധൈര്യം, ഞാൻ മൃഗങ്ങളായിട്ട് അധികം അറ്റാച്ച്ഡ് അല്ല, എനിക്കത് ഇഷ്ടമല്ല സത്യത്തിൽ ഭയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തിതിൽ ഇതൊക്കെ ഞാൻ ഒഴിവാക്കി. ഞാൻ ഫുഡൊന്നും കൊടുക്കണമെന്നില്ല, ഞാൻ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. നല്ല നല്ല ഒരുപാട് ജിറാഫുകളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഡയറക്റ്റ് ജിറാഫിനെ കാണാനായിട്ട്. ഇതൊന്നും നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റത്തില്ല, ഈ ടൈപ്സ് ഓഫ് ആനിമൽസിനെ. പിന്നെ പാർക്കിംഗ് തന്നെ കണ്ടില്ലേ, ഇവിടെ വേറൊരു പാർക്കുണ്ട്. പാർക്കിങ്ങിന് ഒരു ഭയങ്കര വിശാലമായ ഏരിയയാണ്. ഇവിടെ നിന്ന് തന്നെ ഒരു 1.5 കിലോമീറ്റർ നടക്കാണ്ട് സൂവിലേക്ക്. നടക്കാനൊക്കെ തയ്യാറായിട്ട് വേണം എല്ലാവരും വരാൻ. അങ്ങനെ ഞങ്ങൾ സൂവിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു. പിന്നെ ഒരു റൂം അവിടെ അടുത്ത് സെറ്റായിട്ട് അവിടെ കിടക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ. അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടോ. നൈറ്റ് ഞങ്ങൾ മൈസൂർ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ രാത്രി കടത്തി വിട്ടില്ല, പിറ്റേന്ന് മോർണിങ്ങിനാണ് ഞങ്ങൾ വരുന്നത്. പിറ്റേന്ന് മോർണിംഗ് ഒരുപാട് സൺഫ്ലവേഴ്സിൻ്റെ ഒരു തോട്ടം ഞാൻ കണ്ടു. ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ കർണാടകയിൽ. നല്ല രസമുണ്ട് മൈസൂരൊക്കെ ഇങ്ങനെ സൺഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കണേ കാണപ്പോൾ കൗതുകം കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ എനിക്ക് ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു റൂട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ കർണാടക റൂട്ട്, സുൽത്താൻ ബത്തേരി വയനാട് റൂട്ടാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. കാരണം ഒരുപാട് പുറ്റുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ല രണ്ട് സൈഡ് ഇങ്ങനെ കാട് പോലെ ആയിട്ടുള്ളൊരു അടിപൊളി പ്രദേശമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതേ കണ്ടില്ലേ, ഇവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് മാനിനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. മാന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണിത്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു ഷജീറിനോട്ടമ്മ. അപ്പൊ നമ്മൾ പുറപ്പെട്ടു. മൂന്നാമത്തെ ദിവസം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതേ കണ്ടതാണ്
അടിപൊളി, നമ്മുടെ നാവിലൊക്കെ കൊതിയൂറും എന്താ പറയുക ഉപ്പിലിട്ടതാണ്. ഉപ്പിലിട്ടതിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടില്ലേ ഇത് ഭംഗിയാ, നോക്കിയേ, ഇതേ നോക്കൂ. എത്ര ഇതിന്നൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയ ബോട്ടിലാണ് കേട്ടോ. ഇതിൽ നിന്ന് ഞങ്ങളൊരു എന്താ പറയുക ചാമ്പങ്ങ ഒരു മുളേരി പായസമൊക്കെ ഉണ്ട് അവിടെ. അതൊന്നും പിന്നെ നമ്മൾ ട്രൈ ചെയ്തില്ല, എനിക്കിഷ്ടമല്ല. അപ്പം ഞാനൊരു ചാമ്പങ്ങ ഒരു 2-3 വാങ്ങി, പിന്നെ അരിനെല്ലിക്ക വാങ്ങി, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങി. നല്ല ഭംഗിയുണ്ട്. ഇത് വയനാട് അവരെന്നെ വീട്ടിൽ പ്രെപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്